സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വരുന്നതിൻ്റെ ഒരു സുപ്രധാന കാരണം, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച തിരുവനന്തപുരത്ത് ഇപ്പോൾ ആമയിഴഞ്ചാത്തോടുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യ ജീവനെ തിരയുന്നതിന് എത്രയോ ദിവസങ്ങൾ കൊണ്ട്, മണിക്കൂറുകൾ കൊണ്ട് തിരഞ്ഞിട്ട് എങ്ങുമെത്താതെ നിൽക്കുക. 17 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ തോടിന് വേണ്ടിയിട്ട് 17 കേസ് പറഞ്ഞു. ഇതിനോടൊപ്പം PRS ആശുപത്രി ന്യൂ ബ്ലോക്ക് കെട്ടി, കിള്ളിപ്പാലം കയ്യേറി ന്യൂ ബ്ലോക്ക് കെട്ടിവെച്ചതിനുമെതിരെ, അവിടെ നേഴ്സിംഗ് കോളേജ് പണിഞ്ഞതിനെതിരെ, ഇത് കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാതെ ഇത് ശരിയാകില്ല. കാരണം എല്ലാം കയ്യേറ്റക്കാരുടെ കൈകളില്ല. VS അച്യുതാനന്ദൻ ഗവൺമെൻറ് മോഡൽ സ്കൂൾ തൊട്ട് അങ്ങോട്ട് കയ്യേറ്റം ഒഴിപ്പിക്കുന്ന ഒരു സമയമുണ്ടായി. അരിസ്റ്റോ ജംഗ്ഷൻ്റെ ഇപ്പുറത്തെത്തിയപ്പോഴേക്കും ഒറ്റ രാത്രി കൊണ്ട് ഇന്നത്തെ ഈ ബിജു രമേശിൻ്റെ അച്ഛൻ രമേശൻ കോൺട്രാക്ടർ ഒരു അമ്പലം പണിതു. തമിഴ്നാട്ടിൽ നിന്നൊരു അമ്പലം കൊണ്ട് അവിടെ ഇളക്കി ഫിറ്റ് ചെയ്ത് വെച്ചു. രാവിലെ ജനം കാണുന്നത് അമ്പലമാണ്. അതോടെ അവിടുത്തെ കയ്യേറ്റം ഒഴിപ്പിപ്പ് മാറി. രാജധാനി തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്ന ശിവൻകുട്ടി, ഇന്നത്തെ മന്ത്രി, ചെയർമാനായിരുന്ന കാലത്തിൽ ഇടിച്ചു തുടങ്ങിയതിന് അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും പണയം വയ്ക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങളെത്തി. ഈ കേസുമായി ബന്ധപ്പെട്ട് ആമയിഴഞ്ചാത്തോടുമായി കേസുമായി ബന്ധപ്പെട്ടപ്പോഴേക്കും പല പ്രഗത്ഭന്മാരായ ബിസിനസ് സ്ഥാപനങ്ങൾക്കെല്ലാം കാർ പാർക്കിംഗ്, സെൻട്രൽ പാർക്കിംഗ് ഇതിൻ്റെ പുറത്താണ്. ആമയിഴഞ്ചാത്തോടിന് വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലമില്ല. സൈഡ് മുഴുവൻ കെട്ടി മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. വീതി കുറച്ചു. ഇത് പണ്ടത്തെ ഒരു ജലപാതയെ മുഴുവനും ഒതുക്കി 2-3 അടി വീതിയിൽ അതിനെ കെട്ടി ഒതുക്കി അതിൻ്റെ പുറത്ത് സ്ലാബ് ചെയ്തിട്ട് കാർ പാർക്കിങ്ങിൻ്റെ വ്യവസായങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ തിരുവനന്തപുരത്തെ, നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ ഇതൊരു അത്ഭുത പ്രതിഭാസമാണ്. കാരണം നമ്മൾ കൽക്കട്ടയിലൊക്കെ പോകാൻ ഹൂഗ്ലി നദിയുടെ ജലം ഈ ഓടകളിലെല്ലാം വൃത്തിയാക്കിക്കൊണ്ട് പോകുന്നത് കാണാം. 24 മണിക്കൂറും ഏതെങ്കിലും നദിയുടെ വെള്ളം ഈ തോടുകളിലൂടെ ഒഴുക്കി വിട്ടുകൊണ്ട് ശുദ്ധിയാക്കിക്കൊണ്ട് പോയാൽ മാത്രമേ ഈ മാലിന്യക്ക് പ്രശ്നമുണ്ടാവുള്ളൂ, ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. ഇത് തിരിഞ്ഞു നോക്കില്ല, ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കില്ല. ഓവർബ്രിഡ്ജ് തൊട്ട് അവിടുത്തെ റെയിൽവേയുടെ ഫ്ലൈ ഓവർ വരെ പണ്ട് ടാറിങ്ങിന് വേണ്ടിയിട്ട് കോൺട്രാക്ട് കൊടുത്തു. അയാളോട് ഓവർബ്രിഡ്ജ് തൊട്ട് കോപ്പി ഹൗസ് വരെയുള്ള സ്ഥലം ഹൈറ്റിൽ ചെയ്തിട്ട് അതിനുശേഷം താഴ്ത്തി ചെയ്തു ഫ്ലൈ ഓവർ വരെ. ആ പൈസ പല രാഷ്ട്രീയക്കാരുമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി. ഈ അവസ്ഥയിലാണ് അവിടുത്തെ ഈ മുമ്പോട്ട് പോകുന്നത്. ഈ രീതിയിൽ ഒരു ഭരണകൂടം നിഷ്പക്ഷമായ നിലപാടെടുത്ത് പ്രതിപക്ഷ കക്ഷികളെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കയ്യേറ്റം മുഴുവൻ ഒഴിപ്പിക്കാൻ സാധിച്ചാൽ മാത്രമേ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുകയുള്ളൂ. അത് ചെയ്യാൻ ആര് തയ്യാറാവും? തലസ്ഥാനത്തിൽ 200, 500, 10,000 കോടി രൂപ ചെലവാക്കി ഈ ഓടകളെല്ലാം വൃത്തിയാക്കി ഇതൊരു ജലപാത രീതിയിൽ ഓപ്പൺ ചെയ്തിട്ടുകൊണ്ട് പ്രവർത്തിച്ചാൽ ഈ മനുഷ്യജീവന് ഇങ്ങനെ തിരയേണ്ടി ഉണ്ടായിരുന്നോ? കേരളം തലകുനിക്കുകയല്ലേ. മറ്റ് സംസ്ഥാനങ്ങളെ നോക്കിയാലും ഇന്ത്യയുടെ സംസ്ഥാനത്തിന് നോക്കിയാലും ഒരു കേരളത്തിൻ്റെ തലസ്ഥാനത്ത് ഒരു ഓടയിൽ ഒരാൾ വീണിട്ട് കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ ഈ സാക്ഷര കേരളത്തിന് നാണക്കേടില്ലേ? ഇതെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യേണ്ടതല്ലേ ഈ അവസ്ഥ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്? ജീവനെ പണയം വെച്ച് ഇത് ആര് മുമ്പോട്ട് വന്നാലും അവരുടെ ജീവൻ ബലികഴിക്കപ്പെടുന്ന രീതിയിൽ അത്രയും മാഫിയകളാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. എത്രയും വേഗം ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുവാൻ എല്ലാ രാഷ്ട്രീയക്കാരെയും കൂടെ യോജിച്ചുകൊണ്ട് ഈ കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിച്ചുകൊണ്ട്, ഇവിടെ മാത്രമല്ല തിരുവനന്തപുരത്തിൻ്റെ കയ്യേറ്റങ്ങൾ ഒരുപാടുണ്ട്. എന്നാലും ഈ അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ഒറ്റ രാത്രി കൊണ്ട് കെട്ടിവെക്കുന്നതിനെല്ലാം മാറ്റിക്കൊണ്ട് ചെയ്യുവാനുള്ളൊരവസ്ഥ ഇന്നോ നാളെയോ ഉണ്ടാകുമോ? അന്ന് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകും.